കോഴിക്കോട്ടെ സെക്സ് റാക്കറ്റ് കേസിൽ പ്രതികൾക്ക് മലയാളികളുടെ സഹായം ലഭിച്ചതായി സംശയം. കൂടുതൽ യുവതികളെ സംഘം കേരളത്തിലേക്ക് എത്തിച്ചോ എന്നും പോലീസ് പരിശോധിക്കുന്നു. അസം സ്വദേശിയായ 17-കാരിയെ ജോലി വാഗ്ദാനം ചെയ്ത് കോഴിക്കോട്ട് എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. അഭിജിത്ത് മുഴക്കുന്ന ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. 17 വയസ്സുള്ളൂ, പോക്സോ കേസാണ്. ഈ യുവതികളെ എങ്ങനെ സംഘം കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്നതിൽ ഇപ്പോൾ അന്വേഷണം, ആ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണോ? കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇപ്പോൾ ലഭിക്കുന്നത്? സ്മിത, ഇതിൽ ഒരു 17-കാരിയാണ് പരാതിക്കാരി. ഇവർ അസം സ്വദേശിയാണ്. ഇവരെ ജോലി വാഗ്ദാനം ചെയ്താണ് അസംകാരി തന്നെയായ 2-അംഗ സംഘം കോഴിക്കോട്ടേക്ക് എത്തുന്നത്. തുടർന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഒരു ലോഡ്ജിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു പരാതി. ഈ പെൺകുട്ടി ഒരു ദിവസം രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും തൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ പറയുകയുമാണ് ഉണ്ടായത്. പിന്നീട് ടൗൺ പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഒഡീഷയിലെത്തി ഈ 2 പേരെ, യുവതി ഉൾപ്പെടെ 2 പേരെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിലാണ് ഇപ്പോൾ കൂടുതൽ പെൺകുട്ടികളെ സമാനമായ രീതിയിൽ അസമിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്തിച്ചിട്ടുണ്ടോ ഈ പ്രതികൾ എന്ന സംശയം പോലീസിനുള്ളത്. ആ രീതിയിലുള്ള ഒരു മൊഴിയാണ് ഈ പെൺകുട്ടി പോലീസിന് നൽകിയിട്ടുള്ളത്. കൂടാതെ പ്രാദേശികമായി, അതായത് മലയാളികളുടെ സഹായം കൂടി ഈ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടി പോലീസിനൊരു സംശയമുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ പ്രതികൾ റിമാൻഡിലാണ്. അവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടെ ഈ പ്രതികൾക്കെതിരെ ചുമത്തുന്ന കാര്യം കൂടി പോലീസിന്റെ പരിശോധനയിലുണ്ട്, ആലോചനയിലുണ്ട്. സ്മിത, യെസ്, പ്രതികൾക്ക് മലയാളികളുടെ സഹായം ലഭിച്ചോ എന്നതിലും കൂടുതൽ യുവതികളെ സംഘം കേരളത്തിലേക്ക് എത്തിച്ചോ എന്നുള്ള രീതിയിലും പരിശോധിക്കുന്നുണ്ട്. ആ രീതിയിലാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അസം സ്വദേശിയായ 17-കാരിയെ ജോലി വാഗ്ദാനം ചെയ്താണ് കോഴിക്കോട്ട് എത്തിച്ചത്. ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു ഇവർ. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്.